ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. ഇനി നമുക്ക് വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ പരീക്ഷയ്ക്കായിട്ടുള്ളൂ. അതിൽ ലാസ്റ്റ് 20 ഡേയ്സിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ് മിസ് ഇവിടെ കൊന്നിരിക്കുന്നത്. വളരെ കുറച്ച് സമയമുള്ളൂ. അപ്പോൾ വളരെ കുറച്ച് സമയം കൊണ്ട് തനിയെ പഠിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ നമ്മുടെ വാരിയർ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്തോ. ബേസ് ലെവലിൽ നിന്ന് പഠിപ്പിക്കുന്നത് A+കാർക്കും പാസ് മാർക്ക് വേണ്ടവർക്കും എല്ലാവർക്കും ഒരേപോലെ ഉപകാരപ്പെടുന്ന ക്ലാസ്സാണ് കേട്ടോ. അതുകൊണ്ട് ധൈര്യമായിട്ട് അഡ്മിഷൻ എടുത്തോളാം. അതല്ല സ്വന്തമായിട്ട് പഠിച്ചോളാം, കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് അങ്ങനെയാണെന്നൊന്നും അറിയാൻ പാടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണാം. ഞാനിവിടെ കോർ സബ്ജക്ട്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അക്കൗണ്ടൻസി, എക്കണോമിക്സ്, ബിസിനസ്, ഇംഗ്ലീഷ് ഈ ലെവലിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ പിന്നെ നമുക്ക് സെക്കൻഡ് ലാംഗ്വേജും വരുന്നുണ്ട്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനോ മാത്സോ സ്റ്റാറ്റിയോ പൊളിറ്റിക്കൽ സയൻസോ അങ്ങനെ എന്തെങ്കിലും ഒരെണ്ണം കൂടി വരുന്നുണ്ട്. അതുകൂടി എക്സ്ട്രാ നിങ്ങൾ ഇതിലേക്ക് കയറ്റണം. ഇപ്പോൾ മേ ബി ഒരാൾ പഠിക്കുന്നത് അക്കൗണ്ടൻസി എടുക്കുന്നു, അക്കൗണ്ടൻസി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു, തീരണില്ല. ഒരു 10-15 ദിവസമൊക്കെ അക്കൗണ്ടൻസി തന്നെ പഠിക്കുന്നു. അടുത്ത സബ്ജക്റ്റ് വരുമ്പോൾ അതിന് സമയമില്ല. ക്രിസ്മസ് എക്സാമിൻ്റെ ടൈം ടേബിൾ നിങ്ങൾ കണ്ടതല്ലേ, വലിയ ഗ്യാപ്പുകളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, മുഴുവൻ സമയം ഇരുന്ന് ഒരു വിഷയം പഠിക്കാതെ ഇനിയുള്ള ദിവസം, ഫോർ എക്സാമ്പിൾ ഇനി 20 ദിവസമാണ് ഉള്ളതെങ്കിൽ അതിനെ 4 വിഷയം അല്ലെങ്കിൽ 5 വിഷയമായിട്ട് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. സെക്കൻഡ് ലാംഗ്വേജ് പെട്ടെന്ന് പഠിച്ചെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 4 ഡേയ്സ് ആണ് ഒരു സബ്ജക്റ്റിന് കിട്ടുക. ആ 4 ദിവസം വെച്ചിട്ട് വേണം ഒരു സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട്. 4 ദിവസം കൊണ്ട് പഠിച്ചെടുക്കണം. അത് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളെ കൂടെ ചേർന്നാൽ മതി. വാരിയർ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്താൽ മതി കേട്ടോ. ഒരു ടെൻഷനും ഇല്ലാതെ പഠിക്കാൻ പറ്റും. അപ്പോൾ 4 ദിവസം ഒരു സബ്ജക്റ്റ് പഠിക്കണം. അങ്ങനെ വരുമ്പോൾ ആ 4 ദിവസം കൊണ്ട് ഒരു സബ്ജക്റ്റ് മുഴുവനും ഇരുന്ന് പഠിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വയ്ക്കാം, അത് പഠിക്കാം. അതിൽ എന്തൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടോ അതെല്ലാം പഠിക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ലോൺ അക്കൗണ്ട് ഉണ്ടാകും, അപ്പോൾ ലോൺ അക്കൗണ്ട് ഒരെണ്ണം ചെയ്യാൻ പഠിക്കാം. റീവാലുവേഷൻ അക്കൗണ്ട് ഉണ്ടാകും, അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് ചെയ്യാൻ പഠിക്കാം. അങ്ങനെ തന്നെ ഒരു നല്ല രീതിയിൽ ഒരുവിധം പോർഷൻസ് നമ്മുടെ കവർ ചെയ്ത് പോകും ഈ ക്രിസ്മസ് എക്സാമിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് വേണം നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. എക്കണോമിക്സ് ആണെങ്കിൽ ഷുവറായിട്ടും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. അതിലെന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ് RBIയുടെ മോണിറ്ററി പോളിസി, അത് പഠിക്കാം. പിന്നെ കാണാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ഇൻകം GDPയുടെ 3 മെത്തേഡ്സ് ഉണ്ടല്ലോ, അപ്പോൾ അത് പഠിക്കാം. പിന്നെ നമുക്ക് അതിൽ കാണാൻ പറ്റും ഇൻകം ഡിറ്റർമിനേഷനിലെ ആഗ്രിഗേറ്റഡ് ഡിമാൻഡൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഒന്നും പഠിക്കാത്തതിലും ഏതാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളെല്ലാം ചെയ്ത് പഠിക്കാം. അങ്ങനെ വേണം ഇനിയുള്ള ദിവസങ്ങളിൽ പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതല്ലാതെ കുറേ ദിവസം ഇരുന്ന് ഒരു സബ്ജക്റ്റ് പഠിക്കാതെ ആ 4 ദിവസം ആ വിഷയം പഠിക്കുക, എന്നിട്ട് തീർന്നില്ല അതവിടെ നിർത്തുക, അടുത്ത വിഷയം പഠിക്കുക. പിന്നെ എക്സാമിന് തൊട്ട് മുന്നേയായിട്ട് ബാക്കി പഠിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ തീരില്ല. അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക, മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക്